നീ ഇപ്പൊ പഠിച്ചില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ? എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാക്കും ചെല്ലിയിരിക്കുന്നടി. നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാക്കും ചെല്ലാൻ ബന്ധം ഒഴിവാക്കിയിരിക്കും. നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നടി. നീ പോടി, പറഞ്ഞു വിട്ടേക്കുവാ നിന്നെ. നാണം ഉണ്ടാടാ ഇള്ളാക്കുഞ്ഞ്. ഏത് ജമാഅത്തിലാണ് ഈ ഇള്ളാക്കുഞ്ഞിനെയൊക്കെ ഇമാമാക്കി വെച്ചോണ്ടിരുന്നത്? നമ്മൾ നിയമത്തിന്റെ പേരിൽ സമാധിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള നിയമവ്യവസ്ഥയുള്ള ഈ നാട്ടിൽ ഈ നിയമത്തിനെയും ഞാൻ എതിർക്കുക തന്നെ ചെയ്യുകയാണ്. ആദ്യം ഇവനെ പോലെയുള്ളവന്മാരാണ് ഇസ്ലാമിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്നത്. ഖുർആനിലോ ഇസ്ലാമിലോ ബഹുഭാരത്യം പറഞ്ഞേക്കുന്നത് നിന്നെ പോലുള്ളവന്മാരെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടല്ല. യുദ്ധത്തിൽ ആരോരുമില്ലാതെ ഒറ്റയ്ക്കായി പോയ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഖുർആനിൽ ബഹുഭാരത്യം പറഞ്ഞത്. അല്ലാതെ അതിന്റെ പേരും പറഞ്ഞിട്ട് ഇന്നും നീ 2ഉം 3ഉം കെട്ടിയിച്ച് തോന്നുമ്പോ കൂടെ കിടക്കാനും തോന്നുമ്പോ തലാക്ക് ചെല്ലാനും ഉള്ളതല്ല. അല്ല, നിനക്കിനി മൂത്ത് കഴിഞ്ഞിട്ട് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യണം. അതിനുള്ള കാരണം നിനക്കുണ്ടായിരിക്കണം. അല്ലാതെ കേക്ക് മുറിച്ചു അവള് മിണ്ടാതെ പോയി എന്ന് പറഞ്ഞിട്ട് അല്ലടാ ഡിവോഴ്സ് ചെയ്യേണ്ടത്. തീർന്നല്ലോ ആ കഴപ്പ്. ജയിലിൽ പോയി കിടന്നപ്പോ സമാധാനമായല്ലോ.